Love is the best of dreams and worst of nightmares. Getting set on fire for rejecting proposals from men has become an everyday thing in God's own country. In a span of 8 months, 4 women by the names of Kavita Jayakumar, Neetu, Soumya Pushpakaran and Ramya have been killed for rejecting proposals. All 4 of them were murdered in the same gruesome way. The same men who told that they loved them, doused them in petrol and set them on fire in broad daylight. They had to pay the price for turning their proposals with their life. On June 15, around 3 o'clock, 34-year-old civil police officer Soumya Pushpakaran was returning home from work. While she was coming back, her friend Ajaz, who was a police officer whose proposal she had rejected lately, showed up in his car. He knocked her down from the scooter, chased her, stabbed her, threw petrol at her and set her on fire. ആരോടും കീഴ്പ്പെടുന്ന ഒരാളല്ല, നമുക്കറിയാം ആളിനെ. അവൻ പക്ക ക്രിമിനൽ, വെറും ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തല്ലേ, ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാളടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുക. അന്നേരം ആ സൗമ്യ അത് ചിന്തിച്ച് വേറെ സൗഹൃദപരമായിട്ട് ചിന്തിച്ച് അവനത് വേറെ മൈൻഡിൽ കണ്ടു, അത്രയേ ഉള്ളൂ കാര്യം. ഭയങ്കര ഭയങ്കര നഷ്ടമാണ്. നഷ്ടമെന്ന് വെച്ചാൽ അതിപ്പം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇപ്പോൾ അവർക്ക് പകരം വേറൊരാൾ വരും. നമ്മുടെ നഷ്ടം അതല്ലല്ലോ. Ajaz, whom she knew for 3 years, asked her to desert her family and to go live with him. Things took a horrible turn when Soumya, the mother of 3 children, turned down his proposal. She stopped answering his calls and messages, which made him furious and eventually led to the death of both of them. അത് പേടിച്ചോടിയപ്പോൾ ഇവിടെ വന്ന് അവൻ തട്ടി മറിച്ചിട്ടേച്ച് വിട്ടുകയറും. വെട്ട് കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ നിൽക്കുമല്ലേ, ഞാൻ ഓടി കയറി കഥ അടച്ച്. ഇതുപോലെ ബഹളം കേട്ട് കൊച്ച് കരയുന്ന കേട്ടുകൊണ്ട് വന്ന് എന്നിലേക്കൂടെ നോക്കിയപ്പം കത്തുന്നതാണ് കണ്ടത്. Ajaz had severe burns on that day and succumbed to injuries few days later, while Soumya died on spot. She was working at Vallikunam police station in the Alappuzha district. ജൂൺ 15 വൈകിട്ട് ഏതാണ്ട് 3 മണിക്കാണ് നമുക്കിവിടെയൊക്കെ ഫോൺ കോൾ വരുന്നത്. നമ്മുടെ വനിതാ പോലീസ് സൗമ്യ ആരോ പെട്രോൾ അടിച്ചു. അപ്പോൾ അന്ന് തന്നെ ഞാനും ഇവിടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാരും ഉൾപ്പെടെ പെട്ടെന്ന് അവിടെ ചെല്ലി. നമ്മളവിടെ ചെന്നുടനെ സൗമ്യയുടെ ശരീരം മൊത്തം കത്തിത്തീർന്നു. ഈ പ്രതി അജാസ് ഒരു പകുതി ഭാഗം കത്തി അവിടെ ഒരു പൈപ്പിൻ്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ അയാളെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അയാളെ ജീവൻ രക്ഷിക്കുക എന്നുള്ള മാർഗ്ഗത്തിൽ അയാളെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ആംബുലൻസ് വരുത്തി അയാളെ നേരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞ ഉടനെ അയാളും മരണപ്പെട്ടു. പിന്നെ തുടർന്ന് എൻ്റെ കേസിൻ്റെ അന്വേഷണം DYSP ആയിരുന്നു. അദ്ദേഹം പ്രതികൊണ്ട് മരിച്ചുകൊണ്ട് ഇനി അബേറ്റഡ് ചാർജാണ് കോടതി കൊടുക്കാനുള്ളത്. All companies gave a strict instruction to petrol pumps to not give petrol on plastic bottles, but most of the petrol pumps are not aware about this law. ഈ നിയമത്തെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിവില്ല. ഞങ്ങൾ ആരോടും ഇതുവരെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. ചോദിച്ചാൽ തന്നെ അവർ പറയുന്നത് മണ്ണെണ്ണ എന്താ കുപ്പി കൊടുക്കാൻ പറ്റത്തില്ലയോ, കത്തിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയെ നൂറ്റി കത്തിക്കാൻ പറ്റത്തില്ലയോ, ഇതൊക്കെയാണ് ഞങ്ങളോട് കസ്റ്റമർ പറയാറുള്ളത്. പിന്നെ കൂടുതലും ഇതുവരെ പോലീസുകാരുമായിട്ട് അങ്ങനെയുള്ള കാര്യം വന്നത് അവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കുപ്പി കൊടുക്കരുതെന്ന് ഇതുവരെ ആരും വന്ന് പറഞ്ഞിട്ടില്ല. പ്രശ്നം നടന്ന സമയത്തും ഞങ്ങൾ കുപ്പി കൊടുക്കാറുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നു. ഒരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും, അത്യാവശ്യത്തിന് വണ്ടി എണ്ണ തീർന്ന് കിടക്കുമായിരിക്കും. ഇപ്പോൾ എണ്ണ പമ്പിൽ നിന്ന് എണ്ണ തന്നില്ലെങ്കിൽ നമുക്ക് എന്താ, ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എന്തോ പെട്ടി വണ്ടിക്ക് അതിലെ AC-നകത്തിലെ കയറ്റി കൊണ്ടുവന്ന് എണ്ണ അടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഫ്യൂവൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടി കാണും. അപ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുപ്പിക്കകത്തല്ലാതെ വന്ന് വാങ്ങിക്കാൻ വേറെ വകുപ്പൊന്നുമില്ല. ആളുകൾ വന്ന് കുപ്പി വേണമെന്ന് ആവശ്യപ്പെടും, പക്ഷേ നമ്മൾ കുപ്പി കൊടുക്കില്ല. നിർബന്ധമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറയും.
ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ, അതേപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ കുറവുള്ള ആളുകൾ ഇതേപോലെ തന്നെ ഈ കൊലപാതകങ്ങളിൽ ഉൾപ്പെടുന്നതിനുള്ള ചാൻസ് വളരെ അധികമാണ്. നമ്മുടെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, മറ്റൊരാളുടെ ഇമോഷനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, അതേപോലെ തന്നെ മറ്റാളുകളുമായി നല്ല റിലേഷൻഷിപ്പ് വെക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള നമ്മുടെ ട്രെയ്റ്റ്സിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രണയം അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം ഒരാളോട് തുറന്നു പറഞ്ഞതിന് ശേഷം അയാൾ അതിനോട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലല്ല റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ അയാളെ കൊന്നുകളയുക, അല്ലെങ്കിൽ അയാളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ കുറവായതാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ചൈൽഡ്ഹുഡിലും അതേപോലെ തന്നെ നമ്മുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും, പല രീതിയിലുള്ള റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ആ റിജക്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് ആക്കി പലപ്പോഴും പെൺകുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. The media and film also plays a significant role in catalyzing such crimes. Their stories would make a hero out of the man who committed the crime and portray his act of violence as the ultimate manifestation of his love. Many of the social media discussion would also justify the one who carried out such a gruesome act. All become an inspiration for the next man who finds himself in a similar situation. സിനിമ ബിസിനസ്സാണ്, എല്ലാമാണ്. പക്ഷേ നമ്മൾ ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മളെ ഒരുപാട് ടെൻസ്ഡ് ആക്കുന്നു. അപ്പോൾ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉയരെ പോലുള്ള ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്താലും മറ്റാര് ചെയ്താണെങ്കിൽ കൂടെ അങ്ങനെ ഒരു സിനിമ എഗെയിൻ അങ്ങനെ ഒരു ഇഷ്യൂവിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ അത് ചെയ്യരുതെന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നതെങ്കിലും അത് അല്ലാത്ത രീതിയിൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടാവും. Such cases are wrongly termed as crimes of passion, where the perpetrators act on impulse. The above-mentioned cases are nothing like it. They all bought petrol, carried knives for a sole purpose, to kill or at least to severely injure those girls. A large number of such cases are getting reported on a daily basis all across the country. Many of the cases go unreported. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക, ഒരു ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സർക്കിളായി മാറുക ഫാമിലി. എങ്ങനെയാണ് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂട്ടാൻ പറ്റുക? അതിനുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ്? അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കരിക്കുലത്തിൽ തന്നെ നമ്മൾ തുടങ്ങണം. മെൻ്റൽ ഹെൽത്ത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ ബിയർ ചെയ്യുന്നതിന് വേണ്ടി കോപ്പിംഗ് സ്ട്രാറ്റജീസ്, നമ്മൾ വെറും സപ്പോർട്ട് കൊടുക്കുന്നതിന് ഉപരി കോപ്പിംഗ് സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് നമുക്ക് ഓരോ സ്ട്രെസ്സും വരുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിനോട് ഭംഗിയായിട്ട് നമുക്കൊരു സാധനത്തിനോട് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവുമായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റും സ്ട്രെസ്സിനോട്. അപ്പോൾ കൺസ്ട്രക്റ്റീവായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടായാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടയാൻ കഴിയും. It doesn't matter how long you knew someone, how close you thought you were with them. When they draw the line by saying no, it is your moral responsibility to not breach that line. ഞാൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല കിട്ടിയത്, നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഏതാണ്ട് ഒരു 4-5 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടാനായിട്ട്. കാരണം നമ്മളിപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ വേണ്ടിയിട്ടല്ലോ, അത് ജീവിതകാലം മൊത്തം വേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ആ പ്രണയത്തിൻ്റെ അവസാനമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 3.5 വർഷം കഴിഞ്ഞു, 4 വർഷം ആവാറായി. Once Buddha was asked, "What's the difference between liking and loving someone?" His reply was that when you like a flower, you just pluck it, but when you love a flower, you water it daily. One thing is clear, all these gruesome acts committed in the name of love was not really because of love at all. It is something else, something that is brutal and barbaric. And in one of these days, men have to get it through their thick skull that no means no. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.